നടന്ന് മടുത്തു. പിന്നെന്താ നല്ല കീരി. അനക്കാരാടോ കീരിന്ന് പേരിട്ടത്? അതൊന്നും പറയണ്ട ചങ്ങായി, അതൊക്കെ വലിയ കഥയാ. പറ കീരി, ഈ വേലും കൊണ്ട് നടക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറ. ഇപ്പോഴാണ് ആ ജോസേട്ടന്റെ വില മനസ്സിലാവും. അതെന്താ സുധീഷേ? അല്ല അതെ, മൂപ്പരാകുമ്പോ തള്ളി തള്ളി നേരം പോകുന്ന അറിയില്ലല്ലോ. അത് ശരിയാ. ഞാൻ ഈ കാര്യേ നിന്നോട് മാത്രമായിട്ടേ പറയുന്നു. നീ ഇത് വേറെ ആരോടും പറയണ്ട. പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കൊട്ടേഷൻ ഞാൻ എടുത്തു. വലിയ ഗുണ്ടയാ. അവനെ അടിക്കാൻ വേണ്ടിട്ട് ഞാനൊരു മരത്തിന്റെ മുകളിൽ കീറിയതാ. എന്നിട്ടെന്താ, പാഞ്ചാക്ക വെട്ടി വീണ പോലെ മലന്നടിച്ചട വീണ് എന്റെ ട്രൗസർ വരെ കീറിപ്പോയടോ. അന്ന് എനിക്ക് നാട്ടുകാരിട്ട പേരാ കീറീൻ. അതെനിക്കൊരു ക്ഷേമേടായതുകൊണ്ടേ ഞാൻ ആ പേരങ്ങ് മാറ്റി കീരിവാസു നാക്കി. അതാകുമ്പോ ഗുണ്ടകൾക്ക് പറ്റിയ പേരാണല്ലോ. ഇതേ ആരോടും പറയരുതിട്ടോ, നിന്നോട് മാത്രമായിട്ടായി പറയുന്നത്. ഒരു ഗുണ്ട. അല്ല ഗിരി, അവിടെ എന്താ പരിപാടി? അവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ. നീ ഒന്ന് ഒച്ച ഉണ്ടാക്കണ്ടക്ക്. പണ്ട് എത്ര തിയേറ്ററിൽ പോയിട്ടുണ്ടറിയോ പോലത്തെ സീന് കാണാൻ വേണ്ടിട്ട്. ഏയ്, നല്ല ആളോടാ ഞാനീ പറഞ്ഞത്. ഞാനേ ആ മെമ്പറെ വിളിക്കട്ടെ. അല്ലേ എന്തിനാ മെമ്പറെ വിളിക്കുന്നത്? അയാൾ അതിനും വലിയ കളിക്കാരനല്ല. ഞാൻ സുരേന്ദ്രേട്ടനാണ്. എടോ, എന്തിനാടോ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതാകുമ്പേ പശുവിന്റെ കടിയും തീരും, കാക്കേന്റെ വിശപ്പും തീരും. പോരെ? അങ്ങനെ ഈ കാക്കേന്റെ വിശപ്പ് മാറണ്ട. 60-കാരിയെ 18-കാരൻ പീഡിപ്പിച്ചു. എന്തൊക്കെ വാർത്തകളാ ഈ നാട്ടിൽ. കഷ്ടം. ആ സുധി. ഹലോ സുരേട്ടാ, ഇവിടെ ഒരു അനാവശ്യം നടക്കുന്നു. അതിന് നീ എന്തിനാ സുധീഷ് അനാവശ്യമായി നടക്കാൻ പോകുന്നത്? ഓ അതല്ല സുരേട്ടാ, ഇവിടെ ഒരു അന്യോന്യം നടക്കുന്നു. എന്റെ സുധീഷേ, നീ ഒന്ന് തെളിച്ചു പറ. ആണും പെണ്ണും തമ്മിൽ നടത്തൂലേ? ഓ, അനാശാസ്യം. അത് തന്നെ. സുധീഷേ, നീ അവരവിടെ പിടിച്ചു നിർത്ത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. മോളെ, അമ്മയോട് ഇപ്പൊ വരാന്ന് പറയൂ കേട്ടോ. ഹലോ, എന്താ പരിപാടി? എന്താ ഇവിടെ അനാവശ്യം നടക്കൂല. എന്താ അനാവശ്യം? അതെ, നിങ്ങൾക്കിത് ആവശ്യമായിരിക്കും, ഞങ്ങൾക്കിത് അനാവശ്യ. എന്റെ പൊന്നേട്ടാ, നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്? ഞാൻ 21-ാം നൂറ്റാണ്ടിലാ ജീവിക്കുന്നത്. നീ ഇവിടെ സിനിമയും കണ്ടിരുന്നോ? നീ ഒരു ഗുണ്ടയല്ലേ? ഇവരെ പേടിപ്പിച്ചു നിർത്തി. ഞാനേ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടുത്താ പെടുന്നത് നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. എന്താ സുധീഷ ഒരു പീഡനത്തിന്റെ കാര്യമൊക്കെ? സുരേന്ദ്രട്ടാ, ഇവര് കുറച്ചു നേരമായി ഇവിടെ ഒരു കൊഞ്ഞ കളിയെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്ക് കുറച്ചൊരു സംസാരിക്കാം. നല്ലൊരു സ്ഥലം കണ്ടപ്പോ ഇവിടെ അങ്ങിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ ഇതിനു മാത്രം സംസാരിക്കാൻ? എല്ലാം ഇപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരുമിച്ച് ഒരു ആണിനെ പെണ്ണെ ഇരിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ അടുക്ക് ഒരു അമ്മാവൻ വൈബുണ്ട്. മോളെ, മോള് പറഞ്ഞതൊക്കെ ശരിയാ. ഒരാണിനും പെണ്ണിനും ഒന്നിച്ചിരിക്കാനും എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. പക്ഷെ മോളെ, ഒരു കാര്യം മോള് മനസ്സിലാക്കണം. 24 മണിക്കൂറും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ TV-യും പത്രമൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാ. അതിലെ വാർത്തകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാ കേട്ടോ. എന്ത് വാർത്ത? നിങ്ങൾ കുറെ നേരമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതേ തന്നോടല്ല, മോളോട്. തനിക്കുള്ളത് പിന്നെ തനിക്കറിയോ, ആളൊഴിഞ്ഞ പറമ്പിൽ അജ്ഞാത ചേട്ടൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. പെൺകുട്ടി മയക്കുമരുന്നിന് അടിമ.
സ്കൂൾ വിദ്യാർത്ഥികൾ, മയക്കുമരുന്നിന്റെ കാരിയർ. ഇതൊന്നും പെട്ടെന്നുണ്ടായതല്ലടോ. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാ. അറിയോ എനിക്ക്? ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അഗ്രഗണ്യനാണ് ഈ അസീസ്ക. ഈ കുട്ടീനെ ഞാൻ ഇവിടെ കൊന്നിട്ടുണ്ടെങ്കിൽ അസീസ്ക എന്തായാലും കുടുങ്ങും. അദ്ദേഹത്തിന്റെ പറമ്പല്ലേ ഈ കാണുന്നതൊക്കെ. മോളെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഞങ്ങൾക്കുണ്ട്. നമുക്കറിയോ, നിങ്ങൾ സ്കൂളിലേക്കെന്നും പറഞ്ഞിറങ്ങിയാൽ തിരിച്ചെത്തുന്നത് വരെ അച്ഛനമ്മമാരുടെ ഇവിടെ കടപ്പ ഉള്ളുന്നൊരു ആന്തല. അതൊന്നും പറഞ്ഞാൽ മോൾക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തന്ത വൈബ്, അമ്മാവൻ വൈബ്. അങ്ങനെയൊന്നും അല്ല മോളെ. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ നിങ്ങളൊരു അച്ഛനും അമ്മയും ആവണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ സുരേട്ട എല്ലാവരും ഇവിടെ? അതെ അസീസേ, ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. കീരിയും സുധിയും കൂടി എന്നെ വിളിച്ചു വരുത്തി. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അസീസ് വന്നല്ലോ, അസീസിൻ്റെ ആണല്ലോ ഈ സ്ഥലം. ഇനി അസീസ് കൈകാര്യം ചെയ്യും. കൂടെ വൈദ്യരുണ്ടല്ലോ. ഓക്കെ. ഇരിക്കട്ടെ ഇവിടെ കാര്യം. നല്ല കാഴ്ച ഉണ്ടായിരുന്നു, അതും ഇല്ലാണ്ടായി. കുറച്ചു നേരമായി ഇവര് ഇവിടെ ഭയങ്കര കളിയാ. സുരേന്ദ്രേട്ടൻ ഇവരെ ഒന്ന് ഉപദേശിച്ചതാ. ഹലോ, ഉപദേശാണോ? എനിക്ക് വളരെ ഇഷ്ടം. ഞാനും കുറച്ച് ഉപദേശിക്കാം. കുറെ ഉപദേശികൾ വന്നിരിക്കുന്നു. സദാചാര പോലീസാണ് ഇവരൊക്കെ. ഞങ്ങള് വല്ല ഉപദേശം ആയിക്കോട്ടെ, പോലീസ് ഇപ്പം വരും. ഇന്നത്തെ കാലത്ത് പ്രണയിക്കുന്നൊക്കെ ഒരു തെറ്റാണോ? മോനെ, പ്രണയം ഒരു തെറ്റല്ല. ഞങ്ങളും പ്രണയിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഹൃദയങ്ങൾ തമ്മിലാണ് പ്രണയം. ഇന്നത്തെ പോലെ ശരീരങ്ങൾ തമ്മിലാണ്. നിങ്ങൾ വിവരം അറിയും. നിങ്ങളോ? അതെ, ഞാൻ തന്നെ പുതിയ ചാർജ് എടുത്ത SI. അപ്പോൾ അവിടെ അതെ, ഇവിടുത്തെ ലോക്കൽസിനെ കുറിച്ച് പഠിക്കാനും ഈ നാടിനെ കുറിച്ച് അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അവിടെ വന്നത്. ഇവനെ ഞാൻ അന്നേ നോട്ടിട്ടിട്ടുണ്ട്. നിന്നെ ഞാൻ എടുത്തോളാം. മാഡം, ഇതാണ് ഞാൻ പറഞ്ഞത്. സർ, ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കായിരുന്നു. അപ്പൊ ഇവരൊക്കെ വന്നിട്ട് വെറുതെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാണ്. സാറേ, ഒരു കൊയഞ്ഞ കളിയില്ലേ, അത് സാറേ ചവിട്ടി നാവ് കേൾക്കാൻ അറിഞ്ഞൂടേക്കല്ല. അതാണ് മാഡത്തിനെ വിളിച്ചത്. എവിടെയാണ് നിന്റെ വീട്? കോട്ടത്തറ. നിന്റെ ബാഗിൽ എന്താ? ഓ, ക്ലാസ് കട്ട് ചെയ്ത് വരുന്ന വഴിയല്ലേ? നിന്റെ വീട് എവിടെയാടാ? മാനന്തവാടി. നിന്റെ നമ്പർ തോണ്ട, വീട്ടിലൊന്ന് അറിയിക്കട്ടെ. നിന്റെ നമ്പർ വേണം. നിന്നെയൊക്കെ ഉണ്ടല്ലോ. ഇവര് പറയുന്നതൊക്കെ ശരിയാണോ? സാർ, എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ കുറെ ടീം ഇവിടെ വരുന്നുണ്ട്. പരിപാടി ബാക്കി നമുക്കേ സ്റ്റേഷനിൽ പോയിട്ട് പറയാം. നടക്ക്. എന്തൊരു സമാധാനം, ഒരു പ്രേമം പൊളിച്ചപ്പോ. എനിക്ക് കിട്ടാത്തത് ഒരുത്തനും കിട്ടണ്ട.